സരിതയുടെ ആരോപണങ്ങൾ തള്ളി മുഖ്യമന്ത്രി. സർക്കാരിന് നൽകിയ 2 ലക്ഷം രൂപയുടെ ചെക്ക് പോലും തള്ളിപ്പോയ സാഹചര്യത്തിൽ സരിത കോടികൾ കോഴ കൊടുത്തുവെന്ന് പറഞ്ഞാൽ ആര് വിശ്വസിക്കുമെന്ന് മുഖ്യമന്ത്രി ചോദിച്ചു. കോഴ ആരോപണം മന്ത്രി ആര്യാടനും മന്ത്രിയുടെ PAയും നിഷേധിച്ചു. സരിത എസ് നായർ സോളാർ കമ്മീഷന് മുൻപാകെ കൊടുത്ത മൊഴി സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്തതാണെന്ന് പറഞ്ഞുകൊണ്ടാണ് മുഖ്യമന്ത്രി പ്രതിരോധം തീർത്തത്. ദുരിതാശ്വാസ നിധിയിലേക്ക് സരിത നൽകിയ 2 ലക്ഷം രൂപ പോലും വണ്ടിച്ചെക്കായിരുന്നു. അങ്ങനെ ഒരാൾക്ക് എങ്ങനെ കോടികൾ കോഴ കൊടുക്കാൻ കഴിയുമെന്ന് മുഖ്യമന്ത്രി ചോദിച്ചു. ഓരോ സമയത്ത് ഓരോന്നാണ് സരിത പറയുന്നത്. ഇതുകൊണ്ടൊന്നും കേരളത്തിന്റെ ചിന്താഗതി മാറില്ല. ഗവൺമെന്റിലേക്ക് ദുരിതാശ്വാസ നിധിയിലേക്ക് തന്ന 2 ലക്ഷം രൂപയുടെ ചെക്ക് മടങ്ങിയതാ. അവർക്കിങ്ങനെ കോടിക്കണക്കിന് രൂപ ഇങ്ങനെ കൊടുത്തു എന്ന് പറഞ്ഞാൽ അത് ആർക്കെങ്കിലും വിശ്വസിക്കാൻ സാധിക്കും? ഇതിപ്പം ഓരോന്നും ഓരോ സമയത്ത് ഇങ്ങനെ മാറി മാറി പറയുകയാണ്. പക്ഷേ ഇതുകൊണ്ടൊന്നും കേരളത്തിലെ ജനങ്ങളുടെ ചിന്താഗതി മാറ്റാൻ സാധിക്കില്ല. ഒരു കോമൺ സെൻസ് അല്ലേ ഇതിനകത്ത് തിരക്കേണ്ടത്? കോഴ നൽകിയെന്ന് പറയുന്നവർ സർക്കാരിൽ നിന്ന് തിരികെ എന്ത് കിട്ടിയെന്ന് കൂടി വ്യക്തമാക്കണം. മുഖ്യമന്ത്രിയുടെ ഒരു ലെറ്റർ പാഡ് പോലും സരിതയ്ക്ക് കിട്ടിയില്ല. ലെറ്റർ പാഡ് വ്യാജമായി ഉണ്ടാക്കിയെന്ന് അന്വേഷണത്തിൽ തെളിഞ്ഞിട്ടുണ്ട്. ഗവൺമെന്റിന് ഇതുമൂലം ഒരു നഷ്ടം ഉണ്ടായിട്ടുണ്ടോ? ഈ 1,90,00,000 രൂപ തന്നവർക്ക് എൻ്റെ ഒരു ലെറ്റർ പാഡ് കിട്ടാൻ പോലും സാധിച്ചില്ല. അതിനവർ കൃത്രിമം ഇതുണ്ടാക്കി. കോഴയാരോപണം മന്ത്രി ആര്യാടൻ മുഹമ്മദും നിഷേധിച്ചു. പലതവണ സരിത തന്നെ വന്ന് കണ്ടിട്ടുണ്ട്. എന്നാൽ സരിതയ്ക്കായി താനൊന്നും ചെയ്തു കൊടുത്തിട്ടില്ലെന്ന് ആര്യാടൻ പ്രതികരിച്ചു. ആര്യാടന് വേണ്ടി 40 ലക്ഷം രൂപ കൈപ്പറ്റിയെന്ന ആരോപണം മന്ത്രിയുടെ PA കേശവനും നിഷേധിച്ചു. എൻ്റെ അടുത്ത് 2-3 പ്രാവശ്യം വന്നിരിക്കണ്, പല പ്രാവശ്യം ടെലിഫോണിൽ സംസാരിച്ചിരിക്കണ്, അനർട്ടിലെ പല ഇടപാടുകളെ പറ്റി എന്നോട് സംസാരിച്ചിട്ടുണ്ട്. ഒരു കാര്യവും ഞാൻ ചെയ്തു കൊടുത്തിട്ടില്ല. അവൾക്ക് ആ കമ്പനിക്ക് അനുകൂലമായി ഒരു ഓർഡറും ഞാൻ ഇട്ടിട്ടില്ല, ആരോടും സംസാരിച്ചിട്ടുമില്ല. മുഖ്യമന്ത്രിക്ക് വേണ്ടി താൻ കോഴ വാങ്ങിയിട്ടില്ലെന്നും നുണപരിശോധനയ്ക്ക് തയ്യാറാണെന്നും തോമസ് കുരുവിള റിപ്പോർട്ടറോട് പറഞ്ഞു. ഒരു ചായ പോലും എനിക്ക് മേടിച്ചു തന്നിട്ടില്ല. അത് പൂർണ്ണമായിട്ട് ഞാൻ നിഷേധിക്കുന്നു. കമ്മീഷൻ ആവശ്യപ്പെട്ടാൽ നുണപരിശോധനയ്ക്ക് ഞാൻ തയ്യാറാണ്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ.